ജപമാല കൈകളിലേന്തി നഗ്നപാതനായി ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ച് തോക്കുകൾക്ക് മുൻപിലൂടെ നടന്നുപോയ ഒരു 14-കാരൻ. 1928 മെക്സിക്കോയിലാണ് സംഭവം. വളരെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് നേരെ ഭരണതലത്തിൽ നിരവധിയായ അടിച്ചമർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. വൈദികരെ പിന്തുടർന്ന് വേട്ടയാടുകയും പരിശുദ്ധ കുർബാനകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്ന സമയം. ക്രിസ്തീയ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ക്രൈസ്തവർ തെരുവുകളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. പലരും തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കാൻ നിർബന്ധിതരായി. പക്ഷേ ഇതിനെതിരെ പ്രതിരോധിക്കാനും ഒരു കൂട്ടർ തയ്യാറായി. പുരോഹിതരും കർഷകരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ഒരു വൻ സമൂഹമാണ് സഭയുടെ നേരെയുള്ള ഈ ആക്രമണത്തിനെതിരെ സംഘടിച്ചത്. അവർ അതിന് ക്രിസ്റ്റെറോ യുദ്ധം എന്ന് പേരിട്ടു. 1926 മുതൽ 1929 വരെയായിരുന്നു ക്രിസ്റ്റെറോ യുദ്ധം നടന്നത്. ഈ യുദ്ധകാലത്താണ് ആ 14-കാരൻ തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവന്റെ പേരായിരുന്നു ജോസ് സാഞ്ചസ് ദെൽ റിയോ. സഭയ്ക്കെതിരെയുള്ള പീഡനം കണ്ടപ്പോൾ സ്വന്തം രക്ഷയെ പ്രതി അടങ്ങിയിരിക്കാനോ ഒതുങ്ങിയിരിക്കാനോ അവൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ക്രിസ്റ്റെറോ യുദ്ധത്തിൽ അവൻ ധീരതയോടെ പങ്കെടുത്തത്. പ്രായം കണക്കിലെടുത്ത് അവനെ സൈന്യത്തിൽ ചേർക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകാനും അങ്ങനെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുമുള്ള അവസരം തരണമെന്ന ജോസിന്റെ അപേക്ഷ അവർക്ക് തള്ളിക്കളയാനും ആവുമായിരുന്നില്ല. അങ്ങനെ സൈന്യത്തിന്റെ പതാകവാഹകനാകാൻ അവൻ നിയോഗിക്കപ്പെട്ടു. പക്ഷേ ആ വിശ്വാസധീരത വെച്ച് പൊറുപ്പിക്കാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. 1928 അവനെ ശത്രുക്കൾ പിടികൂടി. അന്ന് ജോസിന് 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ശത്രുക്കൾ ജോസിനെ ജയിലിൽ അടച്ചു. ഒറ്റ നിബന്ധന മാത്രമേ അവർ ജോസിന്റെ മുന്നിൽ വെച്ചുള്ളൂ: ക്രിസ്തുവിനെ നിഷേധിക്കുക, ക്രിസ്തുരാജന് മുദ്രാവാക്യം വിളിക്കാതിരിക്കുക. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോസ് പറഞ്ഞു, ഇല്ല, ഞാനത് ഒരിക്കലും പറയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ക്രിസ്തുരാജനെ തള്ളിപ്പറയില്ല. ജോസിന്റെ ആത്മവീര്യം തകർക്കാൻ ക്രിസ്റ്റെറോ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വധശിക്ഷയ്ക്ക് സാക്ഷിയാകേണ്ടി വന്ന സാഹചര്യം പോലും ശത്രുക്കൾ അവനൊരുക്കി. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് പടയാളിയെ ധൈര്യപ്പെടുത്തുകയാണ് ജോസ് ചെയ്തത്. ജയിലിൽ വെച്ച് ദിവസവും ജോസ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് വൈകാരികമായ രീതിയിൽ കത്തുകൾ അയക്കുകയും ചെയ്തു. ഇനിയും ജോസിനെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന പട്ടാളക്കാർക്ക് മനസ്സിലായി. അവന് ഉചിതമായ ശിക്ഷ നൽകാൻ അവർ തീരുമാനിച്ചു. അതനുസരിച്ച് 1928 ഫെബ്രുവരി 10 വൈകുന്നേരം ഭരണകൂടം അവന്റെ കാൽപാദം മുറിച്ചു മാറ്റി. അതിനുശേഷം സെമിത്തേരിയിലേക്ക് നടക്കാൻ നിർബന്ധിച്ചു. മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സ്വന്തം രക്തം കൊണ്ട് അവൻ സെമിത്തേരിയുടെ മണ്ണിൽ കുരിശുരൂപം വരച്ചു. ക്രിസ്തുരാജൻ മരിച്ചുവെന്ന് പറയാൻ അവർ അവനെ അപ്പോഴും ഭീഷണിപ്പെടുത്തി. പക്ഷേ ക്രിസ്തുരാജാവ് നീണാൾ വാഴട്ടെ, ഗ്വാഡലുപ്പെ മാതാവിന് ജയം എന്നായിരുന്നു അവൻ വിളിച്ചു പറഞ്ഞത്. പിന്നീട് ജോസിനെ ശത്രുക്കൾ വെടിവെച്ച് കൊന്നു. 1996 മെയ് 1 ജോസിന്റെ നാമകരണ നടപടികൾ ആരംഭിച്ചു. 2005 വാഴ്ത്തപ്പെട്ടവനായി. 2016 ഒക്ടോബർ 16 ഫ്രാൻസിസ് മാർപ്പാപ്പ ജോസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കേവലം നേട്ടങ്ങൾക്കും ക്ഷണികമായ സന്തോഷങ്ങൾക്കും വേണ്ടി ദൈവത്തെ തള്ളിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്തവർക്കെല്ലാം വിശുദ്ധ ജോസ് സാഞ്ചസ് ദെൽ റിയോ ഒരു വിസ്മയമാണ്. വിശുദ്ധ ജോസിന്റെ വാക്കുകൾ നമുക്കും ഏറ്റുപറയാം: ക്രിസ്തുരാജൻ വിജയിക്കട്ടെ.